ഹായ് ചിൽഡ്രൻ, ഇന്ന് നമ്മൾ സോയിൽ എന്നുള്ള ചാപ്റ്ററിൻ്റെ വിശദീകരണമാണ് നൽകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സോയിൽ. നിങ്ങൾക്കറിയാം, നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് സോയിൽ. എല്ലാവർക്കും അറിയുന്നത് പോലെ വെള്ളം, വായു, അതുപോലെ മണ്ണ്, ഇത് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വസ്തുവാണ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് soil and its importance, its formation, type of soil, etc. So you see, soil is one of the most important natural resource. It provides anchorage to plants and supply water and nutrients. Soil is one of the most important natural resource. നമ്മുടെ പ്രകൃതി വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണ്. ഇത് സസ്യങ്ങൾക്ക് ആങ്കറേജ്, സസ്യങ്ങൾ വളരുന്നത് മണ്ണിലാണ്. മണ്ണിന് പിടിച്ചു നിൽക്കാൻ ആവശ്യമായ, ചെടിക്ക് പിടിച്ചു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രതലം മണ്ണ് നൽകുന്നുണ്ട്. ആൻഡ് യു നോ, ഇൻ ദ സോയിൽ ദർ ആർ മെനി ഓർഗാനിസം. ഒരുപാട് ജീവജാലങ്ങൾ മണ്ണിൽ വസിക്കുന്നതായിട്ട് ഉണ്ട്. അപ്പോൾ സോയിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അഗ്രികൾച്ചർ. Agriculture provide food, clothing and shelter for all. Soil is thus inseparable part of our life. The earthy fragrance of soil after the first rain is always refreshing. അപ്പോൾ സോയിൽ നമ്മുടെ കൃഷിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് മണ്ണിൻ്റെ സാന്നിധ്യം നമുക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാനായിട്ട് കഴിയുകയില്ല. പുതുമഴ പെയ്യുന്ന സമയത്തുള്ള മണ്ണിൻ്റെ ആ ഒരു മണം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും, അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ കുട്ടികൾ എല്ലാവരും മണ്ണിൽ കളിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നതാണ്. ഓൾ ടൈപ്പ് ഓഫ് ചിൽഡ്രൻ ദേ യൂസ് ടു പ്ലേ ഇൻ ദ സോയിൽ. ഓക്കെ, ആൻഡ് വി യൂസ് ടു പ്ലാന്റ് ട്രീസ്, അതർ സാപ്ലിങ്സ്, ഗാർഡനിങ് വർക്ക്, എവറിത്തിങ് വി ഡു വിത്ത് സോയിൽ. സോ ലെറ്റ് us go to soil teeming with life. മണ്ണ്, അത് ജീവൻ്റെ ഒരു തുടിപ്പ് നിങ്ങൾക്ക് മണ്ണിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊരു സ്റ്റോറി പോലെ. വൺ ഡേ ഡ്യൂറിങ് ദ റെയിനി സീസൺ, പഹളി ആൻഡ് ബൂജോ ഒബ്സർവ്ഡ് എർത്ത്വേം കമ്മിങ് ഔട്ട് ഫ്രം ദ സോയിൽ. പഹളി വണ്ടേഡ് വെദർ ദർ വേർ അതർ ഓർഗാനിസം ഓൾസോ ഇൻ ദ സോയിൽ. നിങ്ങൾക്കറിയാം, മഴക്കാലത്ത് നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യമാണ്. മഴക്കാലത്ത് നിങ്ങൾക്കറിയാം, മണ്ണിൽ നിന്ന് ഈ എർത്ത്വേംസും എല്ലാം തന്നെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. നിങ്ങളുടെ വീട്ടിൽ താറാവൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിലൂടെ അത് എർത്ത്വേമിനെ പിടിച്ച് കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എർത്ത്വേംസ് മഴക്കാലത്ത് പുറത്തു വരുന്നത് നിങ്ങൾക്കറിയാമോ? യെസ്, മഴക്കാലമാകുമ്പോൾ മണ്ണ് മുഴുവൻ വെള്ളം കൊണ്ട് നിറയും. അപ്പോൾ മണ്ണിൽ വായു ഉണ്ടാവുകയില്ല. വായു മുഴുവൻ പുറത്തു വരും. വെള്ളം അകത്ത് ചെല്ലുമ്പോൾ അതിനകത്തുള്ള വായു മുഴുവൻ പുറത്തു വരും. സോ എർത്ത്വേം വോണ്ട് ഗെറ്റ് ഇനഫ് ഓക്സിജൻ ഫോർ ബ്രീത്തിങ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ എർത്ത്വേം മണ്ണിൻ്റെ ഉപരിതലത്തിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് പക്ഷികൾക്കും കോഴികൾക്കും എല്ലാം തന്നെ ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡായിട്ടുള്ള ഈ എർത്ത്വേംസും അതുപോലെയുള്ള മണ്ണിലെ ജീവജാലങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ അവയ്ക്ക് നല്ല ഭക്ഷണമായിട്ട് തീരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. കളക്ട് സം സോയിൽ സാമ്പിൾ ആൻഡ് ഒബ്സർവ് ദം കെയർഫുള്ളി. യു ക്യാൻ സീ ഹാൻഡ് ലൈൻസ് ആൻഡ് എക്സാമിൻ ഈച്ച് സാമ്പിൾ കെയർഫുള്ളി ആൻഡ് ഫിൽ ഇൻ ദ ടേബിൾ 9.1. നിങ്ങൾക്ക് പല ഭാഗങ്ങളിൽ നിന്നുള്ള സോയിൽ എടുക്കാം, എന്നിട്ട് അതിലൊക്കെയുള്ള ജീവജാലങ്ങൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി കൂട്ടുകാരികൾക്കും ഹാൻഡ് ലെൻസ് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഹാൻഡ് ലെൻസ് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടില്ലേ, കൈനോട്ടക്കാർ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് മണ്ണിലെ സൂക്ഷ്മജീവികളെ എല്ലാം തന്നെ നിങ്ങൾക്ക് അടയാളപ്പെടുത്താം, ഏതൊക്കെയാണെന്ന് വരച്ചെടുക്കുകയും ചെയ്യാം.
പക്ഷേ പല ഭാഗങ്ങളിൽ നിന്നും സോയിൽ എടുത്തിട്ട് അതിലൊക്കെ എത്രമാത്രം ഓർഗാനിസംസ് വളരുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. സൂക്ഷ്മജീവികളെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. സൂക്ഷ്മജീവികളെ കാണണമെങ്കിൽ അതേ മണ്ണ് തന്നെ ശുദ്ധമായ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചാൽ ആ സൂക്ഷ്മജീവികൾ വെള്ളത്തിൽ വരുന്നത് കാണാം. എന്നിട്ട് നമുക്ക് വെള്ളം നമ്മൾ എന്ത് ചെയ്യാം, ഒബ്സർവ് ചെയ്താൽ ആ ഡ്രോപ്പിൽ ബാക്ടീരിയകളെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. മനസ്സിലായോ? മൈക്രോസ്കോപ്പിലൂടെ. അപ്പോൾ നിങ്ങളുടെ ഈ ഫൈൻഡിങ്സ് ഇത് ചെയ്തതിന് ശേഷം കൂട്ടുകാർക്ക് പരസ്പരം ഏതൊക്കെ സോയിലാണ് കൂടുതൽ ജീവജാലങ്ങൾ കിട്ടിയത് എന്നൊക്കെ നിങ്ങൾക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർക്ക് ഉള്ള ആക്ടിവിറ്റിയാണ്. നിങ്ങൾ ഈ ഒരു ടേബിൾ വരച്ചെടുക്കുക. ഗാർഡൻ സോയിൽ ഫ്രം റോഡ് സൈഡ്, സോയിൽ ഫ്രം അതർ ഏരിയ, ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ സൈറ്റ്. ഇവിടെയുള്ള എല്ലാം തന്നെ സോയിൽ കളക്ട് ചെയ്തിട്ട് അതുപോലെ നിങ്ങൾക്ക് പ്ലേ ഗ്രൗണ്ടിൽ നിന്നോ അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് സോയിൽ കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈവൻ ഫ്രം എ ഫീൽഡ്, റൈസ് ഫീൽഡ്, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം സോയിൽ കളക്ട് ചെയ്ത് അതിലുള്ള പ്ലാന്റ്സ്, അനിമൽസ്, അതുപോലെയുള്ള ജീവജാലങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് പിന്നെ വേറെ എന്തെങ്കിലും ഒബ്സർവേഷൻ, അതിൻ്റെ കളറോ അതിൻ്റെ സൈസ് ഓഫ് പാർട്ടിക്കിൾ എന്നുള്ള അതിൻ്റെ പാർട്ടിക്കിൾസ് എന്തെല്ലാം തരത്തിലുള്ള വസ്തുക്കളാണ് അതിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളതൊക്കെ ഈ ഒരു ടേബിൾ വരച്ച് കൂട്ടുകാരികളും വരച്ചെടുക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ പഹളിക്കൊരു ഡൗട്ടുണ്ട്. എന്താണ്? ഐ വണ്ടർ വൈ ഐ ഫൗണ്ട് സം പീസസ് ഓഫ് പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസ് ആൻഡ് പോളിത്തീൻ ബാഗ്സ് ഇൻ ദ സാമ്പിൾ ഓഫ് സോയിൽ കളക്റ്റഡ് ഫ്രം റോഡ് സൈഡ് ആൻഡ് ഗാർഡൻ. ഇന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ മണ്ണിൽ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് അലക്ഷ്യമായിട്ട് പല ഭാഗങ്ങളിൽ വലിച്ചെറിയുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ആക്ടിവിറ്റി, വളരെ നല്ലൊരു ആക്ടിവിറ്റി ചെയ്യാം. യു ക്യാൻ ടേക്ക് ദിസ് സോയിൽ ഇൻ എ ബീക്കർ. ഒരു ഗ്ലാസ്സിൽ എടുത്തതിന് ശേഷം യു ക്യാൻ ആഡ് സം വാട്ടർ ഇൻ ടു ഇറ്റ്. അതിൻ്റെ 3/4 നിങ്ങൾക്ക് വെള്ളം നിറയ്ക്കാം. ഓക്കെ. കുറച്ച് മണ്ണ് അതിനകത്ത് എടുക്കണം. ദെൻ യു ക്യാൻ ഷെയ്ക്ക് ഇറ്റ് വെൽ. നിങ്ങൾ അത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം യു കീപ്പ് ഇറ്റ് ഫോർ സം ടൈം. അപ്പോൾ എന്ത് സംഭവിക്കും? മണ്ണിലുള്ള ഭാരം കൂടിയ വസ്തുക്കൾ ആദ്യം സെറ്റിൽ ചെയ്യും, പിന്നെ ഭാരം കുറഞ്ഞത് സെറ്റിൽ ചെയ്യും, ഏറ്റവും മുകളിലായിട്ട് ഏറ്റവും ഭാരം കുറഞ്ഞ വസ്തുക്കളെല്ലാം സെറ്റിൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടുള്ള സോയിലിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കേട്ടോ? അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഇലയും അതുപോലെ പാർഷ്യലി ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള പകുതി ജൈവ വിഘടനത്തിന് വിധേയമായ വസ്തുക്കൾ, പിന്നെ അതേപോലെ വാട്ടർ, ക്ലേ, ഏറ്റവും മുകളിൽ ക്ലേ കാണാം, ഏറ്റവും ഫൈൻ പാർട്ടിക്കിൾ അല്ലേ, ഏറ്റവും വലിപ്പം കുറഞ്ഞവ, പിന്നെ സാൻഡ്, ഗ്രാവൽ എന്നിങ്ങനെ ഓർഡറിൽ നിങ്ങൾക്ക് ഈ ഗ്ലാസ്സിൽ ലെയറായിട്ട് കാണാനായിട്ട് കഴിയും. ഓക്കെ. പിന്നെ അതേപോലെ പോളിത്തീൻ ബാഗും പ്ലാസ്റ്റിക്കും ഒക്കെ മണ്ണിനെ എത്രമാത്രം പൊല്യൂട്ട് ചെയ്യുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മണ്ണിനെ പൊല്യൂട്ട് ചെയ്യുന്നത് ഇത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനികൾ, അതായത് പെസ്റ്റിസൈഡ്സ്, പിന്നെ കെമിക്കൽസ്, വേസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് കെമിക്കൽ ഷുഡ് ബി ട്രീറ്റഡ് ബിഫോർ വി ആർ റിലീസിങ് ഇൻ ടു ദ സോയിൽ. നമ്മൾ ഒരിക്കലും മണ്ണിലേക്ക് ഈ വേസ്റ്റ് പ്രോഡക്റ്റ് ഒന്നും നേരിട്ട് ഒഴുക്കി വിടാനായിട്ട് പാടില്ല. നമ്മൾ അതിനകത്ത് ടോക്സിക് ആയിട്ടുള്ള വിഷാംശങ്ങൾ അടങ്ങിയിട്ടുള്ള വസ്തുക്കളുണ്ടെങ്കിൽ അതിനെ ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് വേണം മണ്ണിലേക്ക് ഒഴിച്ചു വിടാൻ. കാരണം സോയിൽ നമ്മൾ ആദ്യം പറഞ്ഞു മണ്ണിനകത്ത് ഒത്തിരി ജീവജാലങ്ങളുണ്ട്. അപ്പോൾ ഈ ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാം തന്നെ ദോഷകരമായ കെമിക്കൽസ് മണ്ണിലുണ്ടാവും. അപ്പോൾ അതെല്ലാം തന്നെ ഡിസിൻഫെക്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഒഴുക്കി വിടാനായിട്ട്. ഓക്കെ. അപ്പോൾ അതാണ്. ഇനി ഈ മണ്ണിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വിവിധ വസ്തുക്കളുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യമായി വാട്ട് ഈസ് എ സോയിൽ പ്രൊഫൈൽ, എന്താണ് ഒരു സോയിൽ പ്രൊഫൈൽ എന്ന് നോക്കാം. പ്രൊഫൈൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, പ്രൊഫൈൽ പിക്ചർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ ഒരു സൈഡ് വ്യൂവിനാണ് പ്രൊഫൈൽ എന്ന് പറയുക. അപ്പോൾ എൻ്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ ഈസി ആയിട്ട്. പക്ഷേ മണ്ണിലെ സോയിൽ പ്രൊഫൈൽ നമുക്ക് കാണാനായിട്ട് ഈസി ആയിട്ട് കഴിയില്ല. കാരണം നമ്മൾ അതിൻ്റെ ഉപരിതലം മാത്രമാണ് കാണുന്നത്. അതിൻ്റെ ഒരു പ്രൊഫൈൽ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മണ്ണ് നമ്മൾ കട്ട് ചെയ്യണം.
നിങ്ങളൊരു ഹൽവ കഷ്ണം നമ്മളിങ്ങനെ കട്ട് ചെയ്താൽ ഹൽവയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് അതിന് റൈസിൻസും അതിനകത്ത് ബാക്കിയുള്ള മെറ്റീരിയൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയില്ല. അതുപോലെ നമുക്കൊരു ഒരു വെർട്ടിക്കൽ സെക്ഷൻ ലംബമായിട്ട് മണ്ണ് നമ്മൾ കട്ട് ഛേദിച്ച് കഴിഞ്ഞാൽ മണ്ണിലെ ഡിഫറെൻറ്റ് ലെയേഴ്സ് നമുക്ക് കാണാനായി കഴിയും. അതിനെയാണ് നമ്മൾ സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സോയിൽ പ്രൊഫൈൽ, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിലെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ആക്ടിവിറ്റി ഉണ്ട്, ടേക്ക് എ ലിറ്റിൽ സോയിൽ. ഇത് ഞാൻ പറഞ്ഞു, ഒരു മണ്ണെടുത്ത് അതിൽ കട്ടയുണ്ടെങ്കിൽ അതെല്ലാം പൊടിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ലെയർ ഉണ്ടാവുന്നത് നമ്മളെല്ലാവരും കണ്ടു. അതാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ചില വസ്തുക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ വസ്തുക്കളെ നമ്മളെന്ത് പറയും, അത് ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, അല്ലെങ്കിൽ പകുതി ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, പൂർണ്ണമായി ജൈവ വിഘടനത്തിന് വിധേയമായതും ആവാത്തതുമായിട്ടുള്ള ഭാരം കുറഞ്ഞ വസ്തുക്കൾ പൊങ്ങിക്കിടക്കും. അതിന് നമുക്ക് എന്ത് പറയാം, ഹ്യൂമസ് എന്ന് പറയും. ദ റോട്ടിംഗ് ഡെഡ് മാറ്റർ ഇൻ ദ സോയിൽ ഈസ് കോൾഡ് ഹ്യൂമസ്. എന്താ റോട്ടിംഗ് എന്ന് പറഞ്ഞാൽ? യെസ്, ജീർണിക്കുന്ന, അഴുകുന്ന, മണ്ണിൽ ചേർന്ന് പോകും. അപ്പോൾ അങ്ങനെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മൃത അവശിഷ്ടങ്ങളെല്ലാം മണ്ണിൽ അലിഞ്ഞു ചേരുന്നത് നമുക്കറിയാം. അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരാണ് ഹ്യൂമസ്. ഓക്കെ, ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വെതറിങ്. എന്താണ് വെതറിങ്? വെതറിങ് എന്ന് പറഞ്ഞാൽ സോയിൽ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ്. എന്തിൽ നിന്നാണ് മണ്ണുണ്ടാവുന്നത്? യെസ്, മണ്ണുണ്ടാവുന്നത് പാറകൾ പൊടിഞ്ഞാണ്. പാറകൾ പൊടിഞ്ഞുണ്ടാവുന്നതാണ് മണ്ണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പാറകൾ പൊടിഞ്ഞ് മണ്ണുണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. യു ഹാവ് probably seen soil is formed by breaking down of rock particle. ഈ പാറ കഷ്ണങ്ങൾ പൊടിഞ്ഞിട്ടാണ് മണ്ണുണ്ടാവുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുന്നത്, ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് weathering. Okay, what is weathering? Yes, the process of breaking up of a rock particle into smaller pieces. That process is known as weathering. Okay, അപ്പോൾ നമുക്ക് എന്താണ്, ഇതിന് പല കാരണങ്ങളുണ്ട്. ദ പ്രോസസ് ഓഫ് വെതറിങ് ടേക്ക് പ്ലേസ് ബിക്കോസ് ഓഫ് നാച്ചുറൽ പ്രോസസ്സ്. ഇത് പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ടാണ് പാറകൾ പൊടിഞ്ഞ് മണ്ണുണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് വരാം. ഓക്കെ, ദ നേച്ചർ ഓഫ് ദ സോയിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് റോക്ക് പാർട്ടിക്കിൾ ഫ്രം വിച്ച് ഇറ്റ് ഈസ് ഫോംഡ്. നിങ്ങൾക്കറിയാം, മണ്ണ് പലതരത്തിലുള്ള മണ്ണുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഈ വ്യത്യസ്തങ്ങളായ മണ്ണിൻ്റെ പ്രത്യേകത? അതിൻ്റെ കളർ വ്യത്യാസമായിരിക്കും, അതിലടങ്ങിയിട്ടുള്ള മിനറൽസിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. എന്താണ് ഇതിൻ്റെ കാരണം? നിങ്ങൾക്കറിയാം, പാറകൾ പലതരത്തിലുള്ള പാറകളുണ്ട് അല്ലേ? നമ്മളെ നാട്ടിലുള്ള പാറകൾ നിങ്ങൾക്കറിയാം. നമുക്ക് ഗ്രാനൈറ്റും മറ്റുമൊക്കെ കൊണ്ടുവരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നും അതുപോലെ കർണാടകയിൽ നിന്നും ഒക്കെയാണ് നിങ്ങൾക്കറിയാം. കാരണം അവിടെയുള്ള പാറകൾ ഗ്രാനൈറ്റ് പാറകൾ നിങ്ങൾക്കറിയാം, മാർബിൾ സ്റ്റോൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഓരോ നാട്ടിലും ഉണ്ടാവുന്ന പാറകൾ വ്യത്യസ്തങ്ങളായ പാറകളാണ്. നമ്മുടെ നാട്ടിൽ തന്നെ വേഗത്തിൽ പൊടിഞ്ഞു പോകുന്ന പാറകളുണ്ട്. പിന്നെ അതേപോലെ നല്ല കട്ടിയുള്ള പാറകളുണ്ട്, നമ്മൾ മെറ്റൽ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ബസാൾട്ടിക് റോക്ക് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പാറകൾ ഉണ്ടായതുകൊണ്ട് തന്നെ, പലതരത്തിലുള്ള പാറകളായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പാറകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണും വ്യത്യസ്തമായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ദ നേച്ചർ ഓഫ് സോയിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ പാരൻ്റ് റോക്ക് എന്ന് പറയും. ഏത് റോക്കിൽ നിന്നാണ് ആ മണ്ണുണ്ടായത് അതിൻ്റെ സ്വഭാവം അതിനുണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് അതിൽ കാര്യം. പിന്നെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. എ വെർട്ടിക്കൽ സെക്ഷൻ ത്രൂ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് സോയിൽ ഈസ് കോൾഡ് സോയിൽ പ്രൊഫൈൽ. നമുക്കൊരു വെർട്ടിക്കൽ സെക്ഷൻ, ഒരു ലംബമായ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, മണ്ണ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഡിഫറെൻറ്റ് ലെയേഴ്സ്, അതിനെയാണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈച്ച് ലെയർ ആർ ഓഫ് ഡിഫറെൻറ്റ് ഫീലിംഗ് യു വിൽ ഗെറ്റ്. ഇഫ് യു ടച്ച് ഓൺ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് സോയിൽ, ഇറ്റ്സ് ടെക്സ്ചർ ഈസ് ഡിഫറെൻറ്റ്. ടെക്സ്ചർ എന്ന്
പറഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കി മനസ്സിലാക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. മണ്ണ് ഏറ്റവും ഉപരിതലത്തിലുള്ളതാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അവിടെ നമ്മൾ നേരത്തെ കണ്ടു ഡീകമ്പോസ്ഡ് മാറ്റർ അല്ലേ, ജൈവാവശിഷ്ടങ്ങളൊക്കെ ഉള്ള മണ്ണായിരിക്കും ഏറ്റവും ഉപരിതലത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് സോഫ്റ്റ് ആയിരിക്കും. എന്നാൽ ഏറ്റവും അടിയിലേക്ക് വരും തോറും മണ്ണ് കുറച്ചുകൂടി ഹാർഡ് സോയിലായി മാറും. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ ഡിഫറെൻ്റ് ആണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഡിഫറെൻറ്റ് കളേഴ്സ് ലെയേഴ്സ് ഓഫ് സോയിൽസിന് തന്നെ പലതരം തട്ടുകളായിട്ട് അല്ലെങ്കിൽ അടുക്കുകളായി ലെയേഴ്സായിട്ട് സോയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ലെയേഴ്സിനെ നമുക്കൊരു പേര് പറയാം, ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഇറ്റ് ഈസ് കോൾഡ് ഹൊറൈസൺസ്. എന്താ പറയുക? ഹൊറൈസൺസ് എന്ന് പറയും. നിങ്ങൾ ഹൊറൈസൺ എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഡിഫറെൻറ്റ് ലെയേഴ്സ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ എ ഹൊറൈസൺ, ബി ഹൊറൈസൺ, സി ഹൊറൈസൺ ആൻഡ് ദ ബെഡ് റോക്ക് ഏറ്റവും ലാസ്റ്റ് വൺ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനെ പല ലെയേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൊറൈസൺസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു ഡയഗ്രാം കാണാം. മണ്ണിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയും. ഇത് നിങ്ങൾ കൂട്ടുകാരികളും വരച്ചെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ ബുക്കിൽ വരച്ചെടുക്കുന്നത് പോലെയല്ല. അതിൻ്റെ ഏറ്റവും മുകളിൽ ഒറിജിനലായിട്ടുള്ള പ്ലാന്റ്സ്, ഗ്രാസ് അതുപോലെയുള്ള ചെടികൾ കൃത്യമായിട്ട് വരച്ചെടുക്കുക. ഇതിനകത്ത് കാണുമ്പോൾ അതിങ്ങനെ ഇല കുത്തി വെച്ച പോലെ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെടികളായിട്ട് വരയ്ക്കണം. എന്നിട്ട് ഏറ്റവും മുകളിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് ചെയ്യണം. പെൻസിലോട്ട് ഷെയ്ഡ് ചെയ്താൽ മതി, ഡാർക്ക് ഷെയ്ഡ്. അപ്പോൾ ഡാർക്ക് ലെയർ, ദാറ്റ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് ലെയർ. Okay, that contain more amount of humus. That layer is called A horizon, and just below that you have B horizon. It contain comparatively lesser amount of humus, but rich amount of minerals are seen there. അതും പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ ലെയർ തന്നെയാണ്. അതിനകത്ത് മിനറൽ കണ്ടൻറ്റ് വളരെ കൂടുതലുള്ള ലെയറാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തതാണ് സി ഹൊറൈസൺ. സി ഹൊറൈസൺ ആകുമ്പോഴേക്ക് യു ക്യാൻ സീ ദ ബ്ലോക്സ് ഓഫ് റോക്സ് ദർ. കണ്ടോ, പാറ കഷ്ണങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് കഴിയും. Then the last horizon, that is bedrock. Bedrock is totally there is rock only. You can see cracks there, services and cracks. അതിൻ്റെ ഈ ബെഡ് റോക്കിൻ്റെ തന്നെ മുകളിൽ ഏറ്റവും ഉപരിതലത്തിൽ നിങ്ങൾക്ക് പാറകളിൽ വിള്ളലും കാര്യങ്ങളൊക്കെ കാണാം. അതാണ് അവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ആ അടിയിലെ ഭാഗം വരയ്ക്കുമ്പോൾ മൊത്തം പാറ കൊണ്ട് മൂടിയത് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ചില വിള്ളലുകളും മറ്റൊക്കെ ചേർത്തിട്ട് വരയ്ക്കുക. അതാണ് ബെഡ് റോക്ക്. ഓക്കെ, അപ്പോൾ വി യൂഷ്വലി സീ ദ ടോപ്പ് ലെയർ ഓഫ് ദ സോയിൽ ആൻഡ് നോട്ട് ദ ലെയർ ബിലോ ഇറ്റ്. നമുക്ക് കാണാൻ കഴിയുന്ന എപ്പോഴും ഒരു മണ്ണ് നോക്കുമ്പോൾ അതിൻ്റെ ഉപരിതലം മാത്രമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളൊരു കിണർ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീടിൻ്റെയൊക്കെ ഫൗണ്ടേഷനൊക്കെ എടുക്കുന്ന സമയത്ത് മണ്ണ് കീറിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് ലെയേഴ്സ് കാണാൻ പറ്റും. ഏറ്റവും പിന്നെ അതേപോലെ കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോഴും മറ്റും നിങ്ങൾക്കറിയാം, ഈ കുന്നൊക്കെ ഇടിച്ച് മാറ്റുമ്പോൾ JCB കൊണ്ട് കട്ട് ചെയ്ത് നിങ്ങൾക്കറിയാം ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് സോയിൽ വളരെ കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് സോയിൽ. ഇനി സോയിൽ ടൈപ്പ്, എന്തൊക്കെ തരത്തിലുള്ള സോയിലാണ് നമ്മുടെ സോയിൽ ടൈപ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. പലതരത്തിലുള്ള മണ്ണ് പലതരത്തിലുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചു മണ്ണുണ്ടാകുന്നത് വെതറിങ് ഓഫ് റോക്കാണ്. ഈ പാറകൾ പൊടിഞ്ഞാണ്, പാറകൾക്ക് വിള്ളലുണ്ടായിട്ടാണ് വെതറിങ് നടക്കുന്നത് അല്ലേ, സോയിൽ ഉണ്ടാവുന്നത്. ഈ വെതറിങ് നടക്കാനുള്ള കാരണങ്ങൾ വളരെ വിശദമായി പറയേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. വെതറിങ് എന്ന് പറഞ്ഞാൽ പാറകൾക്ക് ഡ്യൂറിങ് ദ റെയിനി സീസൺ ആൻഡ് ഡ്യൂറിങ് ദ സീസണൽ ചേഞ്ച്, നാച്ചുറൽ പ്രോസസ്സ് മൂലമാണ് പാറകൾ പൊടിയുകയും ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്ന് ബൈ ദ ആക്ഷൻ ഓഫ് വിൻഡ്, കാറ്റടിക്കുമ്പോഴാണ്. മറ്റൊന്ന് ബൈ ദ ആക്ഷൻ ഓഫ് റെയിൻ,
വെള്ളം, മഴയാണ്. ഇത് രണ്ടും കൊണ്ടാണ് മണ്ണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പാറകളൊക്കെ പൊടിഞ്ഞു വരാനുള്ള കാരണം. മറ്റൊന്ന് ടെമ്പറേച്ചർ വേരിയേഷനാണ്, ഊഷ്മാവിലുണ്ടാവുന്ന വേരിയേഷൻ. എല്ലാവർക്കും അറിയാം, ഈ വസ്തുക്കൾ ചൂടാവുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഒരു പാറയുണ്ടെന്ന് സങ്കല്പിക്കുക. ഈ പാറ കഷ്ണം നിങ്ങൾക്കറിയാം നല്ല വെയിലേറ്റിരിക്കുമ്പോൾ അതിങ്ങനെ വികസിച്ചു വരും. എന്നാൽ കുറച്ച് വികസിക്കും അല്ലേ. രാത്രി കാലങ്ങളിൽ തണുക്കുമ്പോഴോ അതൊന്നിങ്ങനെ കൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ കൺട്രാക്ഷനും എക്സ്പാൻഷനും നടക്കുമ്പോൾ സ്വാഭാവികമായും അതിലൊരു വിള്ളൽ വരും. ഈ വിള്ളലിൽ വെള്ളം കെട്ടിക്കിടക്കും. മഴക്കാലത്തും അതുപോലെ മഞ്ഞൊക്കെ വീണ് വെള്ളം അതിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ വെള്ളം തന്നെ നന്നായിട്ട് തണുക്കുമ്പോഴും ചൂടാവുമ്പോഴും അതിങ്ങനെ വികസിക്കുകയും സങ്കോചിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഈ വിള്ളലിൻ്റെ അളവ് വർദ്ധിക്കുകയും സ്വാഭാവികമായും അതിലൂടെയൊക്കെ പ്ലാന്റ്സിൻ്റെ റൂട്ടൊക്കെ വളരും. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് വലിയ പാറകൾ കാലക്രമേണ അതെന്ത് ചെയ്യും, അത് അകന്നു മാറുകയും പാറ പൊട്ടുകയും ചെയ്യും. ഇങ്ങനെ പൊട്ടിപ്പോകുന്നവ മഴവെള്ളത്തിലും മറ്റും കാറ്റിലൊക്കെ പരസ്പരം കൂട്ടി ഉരതി ഒക്കെ ചെയ്തിട്ട് ഉരസിയിട്ടൊക്കെ അത് പൊടിയായി മണ്ണായിട്ട് മാറും അല്ലേ. ഇറ്റ് ടേക്ക് ലോട്ട് ഓഫ് ടൈം. നിങ്ങൾക്കറിയാം, 1 ഇഞ്ച് മണ്ണുണ്ടാവാൻ തന്നെ 100 കണക്കിന് വർഷങ്ങൾ കഴിയണം. അപ്പോൾ അതുകൊണ്ട് കൺസർവേഷൻ ഓഫ് സോയിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മണ്ണിൻ്റെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് സോയിൽ ടൈപ്പിലേക്ക് വരാം. എന്തൊക്കെ തരത്തിലുള്ള സോയിലാണ് ഉള്ളത് എന്നാണ്. അപ്പോൾ സോയിൽ ഈസ് എ മിക്സ്ചർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ഹ്യൂമസ്. ഓക്കെ, എ മിക്സ്ചർ ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ആൻഡ് ഹ്യൂമസ് ഈസ് കാൾഡ് സോയിൽ. അപ്പോൾ എന്താണ് സോയിൽ എന്നുള്ള അതിന് ഒരൊറ്റ വാക്കിലുള്ള ഒരു നിർവചനമാണത്. മിക്സ്ചർ ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ആൻഡ് ഹ്യൂമസ് ഈസ് കോൾഡ് സോയിൽ. ഒരു റോക്ക് പാർട്ടിക്കിൾസിൻ്റെ ഒരു മിശ്രിതം, അതിൽ ഹ്യൂമസ് കൂടി അടങ്ങിയത്, ജൈവാംശം കൂടി അടങ്ങിയാൽ നമുക്കതിനെ സോയിൽ എന്ന് പറയാം. Soil contain living organism also. Soil contain water. Soil contain air. Soil contain soil organism. Soil contain particles like rocks, sand, clay, such materials. Everything you can see in the soil. ഇതെല്ലാം മണ്ണിൻ്റെ ചില കമ്പോണൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ മണ്ണിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The soil is classified on the basis of proportion of particles of various size. മണ്ണിലെ വിവിധ വസ്തുക്കളുടെ വലുപ്പത്തിനനുസരിച്ച് മണ്ണിനെ നമുക്ക് പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ the soil which contain greater proportion of sand of bigger particle is called sandy soil. ഈ സാൻഡി സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണിലെ മണ്ണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം മരുഭൂമിയിലെയും അതേപോലെ കടപ്പുറത്തൊക്കെ ഉള്ള മണ്ണ് നിങ്ങൾക്കറിയാം സാൻഡി സോയിലാണ്. അപ്പോൾ അതിനകത്ത് കൂടുതൽ സാൻഡ് ഉണ്ട്. സാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പാർട്ടിക്കിൾ സൈസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ദ സോയിൽ വിച്ച് കണ്ടെയ്ൻ കമ്പാരിറ്റീവ്ലി ലാർജർ പ്രൊപ്പോർഷൻ ഓഫ് ലാർജർ പാർട്ടിക്കിൾസ് ആർ കോൾഡ് ദിസ് സാൻഡി സോയിൽ. അപ്പോൾ ദ സോയിൽ വിച്ച് കണ്ടെയ്ൻ, ഇഫ് ദ സോയിൽ കണ്ടെയ്ൻ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് ബിഗ് പാർട്ടിക്കിൾസ്, വലിയ പാർട്ടിക്കിൾസിൻ്റെ അളവ്, അതായത് സാൻഡാണ് ബിഗ് പാർട്ടിക്കിൾ, അതിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്കതിനെ സാൻഡി സോയിൽ എന്ന് പറയാം. ഇഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഫൈൻ പാർട്ടിക്കിൾ ഈസ് റിലേറ്റീവ്ലി ഹയർ. ഫൈൻ പാർട്ടിക്കിൾ, എന്താ ഫൈൻ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മങ്ങളായ പാർട്ടിക്കിൾസ്. ഏറ്റവും സൂക്ഷ്മമായ പാർട്ടിക്കിൾസിന് നമ്മൾ പറയുന്ന പേര് ക്ലേ എന്നാണ്. മണ്ണിലടങ്ങിയ ഏറ്റവും സൂക്ഷ്മങ്ങളായ ക്ലേ ആണ്. അപ്പോൾ ക്ലേ നിങ്ങൾക്കറിയാം, തൊട്ടാൽ തന്നെ അറിയാം ക്ലേ അത്ര സൂക്ഷ്മമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് കൂടുതൽ അടങ്ങിയാൽ നമ്മളതിനെ ക്ലേയി സോയിൽ എന്ന് പറയും. ഓക്കെ, ക്ലേയി സോയിൽ. അപ്പോൾ നമുക്ക് നോക്കാം ദ പാർട്ടിക്കിൾസ്. ഇഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ ഫൈൻ പാർട്ടിക്കിൾ ഈസ് റിലേറ്റീവ്ലി ഹയർ ദെൻ ഇറ്റ് ഈസ് കോൾഡ് ക്ലേയി സോയിൽ. ആൻഡ് ഇഫ് ദ എമൗണ്ട് ഓഫ് ലാർജ് പാർട്ടിക്കിൾ ആൻഡ് ഫൈൻ പാർട്ടിക്കിൾസ് ആർ ഓൾമോസ്റ്റ് ഈക്വൽ ദെൻ ദ സോയിൽ ഈസ് കോൾഡ് ലോമി സോയിൽ. അപ്പോൾ ലോമി സോയിലിൻ്റെ പ്രത്യേകത, അതിനകത്ത് സാൻഡി പാർട്ടിക്കിളും ക്ലേയി പാർട്ടിക്കിളും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അല്ലാതെ 50% എന്നല്ല, ഏറെക്കുറെ രണ്ടും തന്നെ തുല്യമായ അളവിലുണ്ടെങ്കിൽ നമ്മൾക്കതിനെ ലോമി സോയിൽ എന്ന് പറയാം. ദ സോയിൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സാൻഡി, ക്ലേയി ആൻഡ് ലോമി സോയിൽ. ഓക്കെ, അപ്പോൾ ഇനി ഓരോ സോയിലിനും പ്രത്യേകതയുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതിനകത്തുള്ളത്. എ കമ്പാരിസൺ ബിറ്റ്വീൻ ക്ലേയി സോയിൽ, സാൻഡി സോയിൽ ആൻഡ് ലോമി സോയിൽ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാൻ ഞാൻ പറയാം.
നിങ്ങൾക്കൊരു ടേബിൾ വരച്ച് ഇത് മൂന്നും എഴുതിയെടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ടേബിളിൽ നിങ്ങൾ സാൻഡി സോയിൽ എഴുതുകയാണെങ്കിൽ സാൻഡി സോയിൽ എന്ന് എഴുതാം. രണ്ടാമത്തെ ടേബിളിനകത്ത് നിങ്ങൾക്ക് ക്ലേയി സോയിൽ എന്ന് എഴുതാം. മൂന്നാമത്തെ ടേബിളിൽ നിങ്ങൾക്ക് ഇത് വരയ്ക്കാം ലോമി സോയിൽ എന്ന് എഴുതാം. അപ്പോൾ ഒരു ടേബിൾ വരച്ച് 3 കോളമായിട്ട് തിരിക്കുക. അതിൽ എന്നിട്ട് ഒരു റോ വരച്ചിട്ട് അതിൽ ഒന്നാമത്തിൽ സാൻഡി സോയിൽ. അപ്പോൾ സാൻഡി സോയിലിൻ്റെ ഏറ്റവും അതിൻ്റെ താഴെ ഒന്നാമത്തെ പോയിൻ്റായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കണ്ടെയ്ൻ ലാർജർ പാർട്ടിക്കിൾസ്. ഓക്കെ, കണ്ടെയ്ൻ മോർ പ്രൊപ്പോർഷൻ ഓഫ് ലാർജർ പാർട്ടിക്കിൾസ് സാൻഡി സോയിൽ. അപ്പോൾ സാൻഡി സോയിൽ കണ്ടെയ്ൻ this proportion of larger particles or big particles are more. Proportion of big particles are more എന്ന് എഴുതാം സാൻഡി സോയിൽ. ഇനി ക്ലേ സോയിൽ ആകുമ്പോഴോ പ്രൊപ്പോർഷൻ ഓഫ് ഫൈനർ പാർട്ടിക്കിൾസ് ആർ മോർ എന്ന് എഴുതാം. ഫൈനർ പാർട്ടിക്കിൾസ് ആർ മോർ. ദെൻ ക്ലേ സോയിൽ ലോമി സോയിൽ എഴുതുമ്പോൾ നമ്മൾ എഴുതണം yes, proportion of larger particles and finer particles. In bracket you can write clay and sand are almost equal എന്ന് എഴുതാം. ഒരു പോയിന്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് എഴുതാം സാൻഡി സോയിൽ. it is very loose. The more it is very loosely packed. നിങ്ങൾക്കറിയാം മണൽ, നമ്മളൊക്കെ കടൽ തീരത്തും ബീച്ചിലും അതേപോലെ പുഴയുടെ തീരങ്ങളിലും മരുഭൂമിയിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെയും ഒക്കെ മണലുള്ള മണ്ണാണെങ്കിൽ നിങ്ങൾക്കറിയാം അത് കൈകൊണ്ട് ഇങ്ങനെ എടുക്കാൻ കഴിയും, വളരെ ലൂസായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം സാൻഡി സോയിൽ ഇറ്റ് ഈസ് ലൂസ്ലി പാക്ഡ്. ഇനി ക്ലേ സോയിൽ എടുക്കാം. നിങ്ങളറിയാം ക്ലേ സോയിൽ എന്ന് പറഞ്ഞാൽ ഫൈൻ പാർട്ടിക്കിളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേനൽക്കാലത്ത് നിങ്ങൾക്കറിയാം ഈ പാടങ്ങളിലൊക്കെ വെള്ളം വറ്റി കിടക്കുന്ന സമയത്ത് നിങ്ങൾ ആ മണ്ണെടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക് പാടത്തിൽ നിന്ന്? ഒരിക്കലും കഴിയില്ല, നല്ല ടൈറ്റായിട്ടുണ്ടാവും. സോ ദ ഫൈൻ പാർട്ടിക്കിൾസ് ആണെങ്കിലും ഇറ്റ് ഈസ് ടൈറ്റ്ലി പാക്ഡ്. എന്നാൽ വാട്ട് അബൌട്ട് ലോമി സോയിൽ? യെസ്, ഇറ്റ് ഈസ് നെയ്തർ ടൈറ്റ് നോർ വെരി ലൂസ്. അത് അത്ര ടൈറ്റും അല്ല അത്ര ലൂസനും അല്ല. Okay, so that's the difference. Now amount of air, എയറിൻ്റെ അളവ്, വായു സഞ്ചാരം അത് ഏതിലാണ് കൂടുതൽ ഏതിലാണ് കുറവെന്ന് നോക്കാം. യെസ്, നിങ്ങൾക്കറിയാം ഇത് ഫസ്റ്റ് വൺ സാൻഡി സോയിൽ. സാൻഡി സോയിൽ കണ്ടെയ്ൻ മോർ എമൗണ്ട് ഓഫ് എയർ. മോർ എമൗണ്ട് ഓഫ് എയർ ഈസ് ട്രാപ്ഡ് ഇൻ ബിറ്റ്വീൻ സോയിൽ പാർട്ടിക്കിൾ. കൂടുതൽ വായു സഞ്ചാരം ഉള്ളതാണ് സാൻഡി സോയിൽ. ക്ലേ സോയിൽ the amount of air is very less, വളരെ കുറവാണ്. But loamy soil, medium amount of air is trapped between the soil particle. Understood? That's it. Now you can do one experiment. You can pour water into sandy soil. മണ്ണിലേക്ക് വെള്ളം ഒഴിച്ചു നോക്കൂ, എന്ത് സംഭവിക്കും? യെസ്, ഇറ്റ് പെർക്കൊലേറ്റ് വെരി ഈസിലി. അത് വേഗം താഴേക്ക് ഊർന്നിറങ്ങിപ്പോകും. ദാറ്റ് ഈസ് പെർക്കൊലേഷൻ റേറ്റ് ഓഫ് വാട്ടർ ഈസ് ഹയസ്റ്റ് ഇൻ സാൻഡി സോയിൽ. അതിന് നമ്മൾ എന്താ പറയുക? പെർക്കൊലേഷൻ റേറ്റ്. വെള്ളം ഒഴിച്ചാൽ മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്ന ആ പ്രോസസ്സാണ് പെർക്കൊലേഷൻ. ഹയസ്റ്റ് ഇൻ സാൻഡി സോയിൽ. ഇഫ് യു പോർ വാട്ടർ ഇൻ ദ ക്ലേ സോയിൽ വാട്ട് ഹാപ്പൻ? യെസ്, ഇറ്റ് ടേക്ക് മച്ച് ലോങ്ങർ ടൈം ടു പെർക്കൊലേറ്റ്. അത്ര പെട്ടെന്ന് മണ്ണിലേക്ക് ഇറങ്ങിപ്പോയില്ല. കാരണം എന്താണ്? യെസ്, ഇറ്റ് ഈസ് ടൈറ്റ്ലി പാക്ഡ്. മണ്ണ് വളരെ ടൈറ്റ്ലി പാക്ഡ് ആയതുകൊണ്ട് പെർക്കൊലേഷൻ റേറ്റ് ഈസ് വെരി ലെസ്. ലോമി സോയിൽ ഇറ്റ് ഈസ് ഹാവിങ് മീഡിയം പെർക്കൊലേഷൻ റേറ്റ്. നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ അതിൽ കുറച്ച് വെള്ളം അതിലേക്ക് ഇറങ്ങിപ്പോകും. വളരെ കൂടുതലായിട്ടും കുറവായിട്ടുമില്ല. സോ പെർക്കൊലേഷൻ റേറ്റ് ഈസ് മീഡിയം. ഗോട്ട് ദ ഐഡിയ? യെസ്. ഇനി അടുത്ത പ്രത്യേകത നമുക്ക് എന്ത് പറയാം? യെസ്, സാൻഡി സോയിൽ, if you pour water, what happen? Yes, it percolate, it go down. After a few minutes or after 2-3 hours, if you observe all the three soil and you test the presence of water in that, വെള്ളം ഒഴിച്ചതിന് ശേഷം മണ്ണിലും അതേപോലെ ക്ലേ സോയിൽ അല്ലേ, കളിമണ്ണിലും അതുപോലെ ലോമി സോയിലും മൂന്നിലും വെള്ളം ഒഴിച്ചതിന് ശേഷം 1-2 മണിക്കൂറിന് ശേഷം പരിശോധിച്ചാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും? യെസ്, സാൻഡി സോയിൽ യു ക്യാൻ സീ എ വെരി വെരി ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ.
ഒരു നനവ് ഇങ്ങനെ കാണാം എന്നല്ലാതെ അതിനകത്ത് വെള്ളം നിങ്ങൾക്ക് കെട്ടി നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. ഇറ്റ് മീൻസ് ദാറ്റ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഈസ് മിനിമം ഇൻ ദ സാൻഡി സോയിൽ. അതിന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ വാട്ടർ റിറ്റൻഷൻ കപ്പാസിറ്റി. മണ്ണിൽ വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ് അത് ഏറ്റവും കുറവാണ്. ബട്ട് വാട്ട് അബൌട്ട് ക്ലേ സോയിൽ? യെസ്, വാട്ടർ റിറ്റൻഷൻ കപ്പാസിറ്റി ഈസ് മാക്സിമം. നമുക്ക് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഈസ് മാക്സിമം ഇൻ ദ ക്ലേ സോയിൽ. ബട്ട് വാട്ട് അബൌട്ട് ലോമി സോയിൽ? യെസ്, ഇറ്റ് ഹാസ് ഗോട്ട് മീഡിയം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. അതിനകത്ത് ആവശ്യത്തിന് വെള്ളം അതിൽ ഉണ്ടാവുകയും. ഓക്കെ, സോ നൗ ഫെർട്ടിലിറ്റിയുടെ കാര്യം എടുക്കാം. വാട്ട് അബൌട്ട് സാൻഡി സോയിൽ? യെസ്, സാൻഡി സോയിൽ ഈസ് ദ ലീസ്റ്റ് ഫെർട്ടൈൽ സോയിൽ. അതിനകത്ത് സോയിൽ പാർട്ടിക്കിൾസ് ക്ലേയും മറ്റുമൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെർട്ടിലിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ജീവജാലങ്ങളുടെ അംശം വളരെ കുറവായിരിക്കും. സോ ഇറ്റ് ഈസ് ജൈവാംശത്തിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ട് ലീസ്റ്റ് ഫെർട്ടൈൽ ആണ്. ബട്ട് ക്ലേ സോയിൽ ഈസ് ഫെർട്ടൈൽ സോയിൽ. അതിനകത്ത് ഫെർട്ടൈൽ സോയിലാണ്. നിങ്ങൾക്കറിയാം ക്ലേ സോയിൽ ഈസ് സ്യൂട്ടബിൾ ഫോർ ഗ്രോവിങ് പ്ലാന്റ്സ് ലൈക്ക് വീറ്റ്, പാഡി എക്സെട്ര. മെയ്സ്, പാഡി നമുക്കറിയാം പാടത്തുള്ള മണ്ണ് കളിമണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും കഴിയുന്ന ഒരു മണ്ണാണ്. ബട്ട് വാട്ട് അബൌട്ട് ലോമി സോയിൽ? ഇറ്റ് ഈസ് ദ ബെസ്റ്റ് വൺ. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് സോയിൽ ഫോർ കൾട്ടിവേഷൻ. ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് ക്ലേ സോയിലിൻ്റെ പ്രത്യേകത ചില പ്ലാന്റ്സിന് മാത്രമേ അതിൽ നന്നായിട്ട് വളരാൻ കഴിയൂ. ടൈറ്റായിട്ടായിരിക്കും. സോ റൂട്ട് ക്യാനോട്ട് ഗ്രോ ഈസിലി ആൻഡ് എയർ കണ്ടൻറ്റ് ഈസ് ലെസ്. റൂട്ട് ഓൾസോ വാണ്ട് ടു ബ്രീത്ത്. റൂട്ടിന്, ചെടികളുടെ വേരിന് ആവശ്യത്തിന് എന്ത് വേണം? എയർ വേണം, ബ്രീത്തിങ് നടക്കണം. പ്ലാന്റ്സിൻ്റെ എല്ലാ പോർഷനിലൂടെയും അത് എയറും വാട്ടറും എടുക്കും. നിങ്ങൾക്കറിയാം റൂട്ട് അത് എയർ അബ്സോർബ് ചെയ്യണം. അപ്പോൾ ലോമി സോയിൽ ഈസ് ദ ബെസ്റ്റ് സോയിൽ ഫോർ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ ചെടികൾ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് ലോമി സോയിലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കമ്പാരിറ്റീവ് പ്രോപ്പർട്ടി. എല്ലാവരും മനസ്സിലാക്കുക കേട്ടോ. ഇനി നിങ്ങൾക്കറിയാം ഈ മണ്ണിൻ്റെ പ്രത്യേകത. ഈ ക്ലേ സോയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം ക്ലേ സോയിൽ ഈസ് യൂസ് ടു മേക്ക് ഡിഫറെൻറ്റ് ആർട്ടിക്കിൾസ്. നമുക്ക് പോട്ടറീസൊക്കെ ഉണ്ടാക്കാൻ, കലങ്ങളും മറ്റൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ക്ലേ സോയിലാണ്. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ, അതിൻ്റെ വാട്ടർ റിറ്റൻഷൻ കപ്പാസിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ ഇതെല്ലാം തന്നെ നമുക്ക് അടുത്ത ഒരു പാർട്ടിൽ, രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.